ഉണ്ടാക്കുന്നത് ഇടിച്ചക്ക തോരനാണ്. ഇത് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചതാണ്. ഈ ചക്ക മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇല്ലെങ്കിൽ അമ്മിക്കുട്ടി ഉപയോഗിച്ചിട്ട് ഒന്ന് ചതുക്കിയെടുത്താലും മതി. പിന്നെ ഈ ചക്കക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങൾ അത് മിക്സിയിലിട്ടൊന്ന് ചതുക്കിയെടുക്കുക. കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി ഒരു 2-3, പച്ചമുളക്, ജീരകം, മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് മിക്സിയിലിട്ടൊന്ന് ചതുക്കിയെടുക്കുക. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക്, ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുക. തേങ്ങ ചതുക്കുമ്പോൾ ജീരകം ഇട്ടിന്, അത് കാരണം ഒരു നുള്ളി ജീരകം ഇതിലിടാം. കുറച്ച് വെളുത്തുള്ളി, കടിപ്പത്ത, ഈ ഉള്ളിയും ജീരകവും പച്ചമുളകും മഞ്ഞളും കുറച്ച് മുളകും അത് ചതിക്കത് ഇതിൽ ചേർക്കാം. ഇതൊന്ന് ലേശം ചെറുതായി വഴറ്റി വരുന്നേരം അപ്പോഴേക്ക് നമുക്ക് ഈ ചക്ക ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഈ മസാലയിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ചക്കയിൽ വേവിക്കുമ്പോൾ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചതാണ്, അത് കാരണം മസാലയിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വേവിക്കാം. വേവേണ്ട ആവശ്യമില്ല, പക്ഷേ ഈ മസാല ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മൂടി വെക്കാം. ഇടിച്ചക്ക തോരൻ റെഡിയായി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇടിച്ചക്ക തോരൻ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം, അഭിപ്രായവും പറയണം. നമസ്കാരം.